നമസ്കാരം. തമിഴകത്തിൻ്റെ കരുത്തുറ്റ നേതാവ് പുരട്ചി തലൈവിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. വരുന്ന UP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രധാന പ്രചാരണ വിഷയം കള്ളപ്പണവും നോട്ട് റദ്ദാക്കലും തന്നെ. കള്ളപ്പണത്തിനെതിരായി താൻ നടത്തുന്ന യുദ്ധം ജനങ്ങൾക്കു വേണ്ടിയാണ് എന്ന് പ്രധാനമന്ത്രി മൊറാദാബാദിലെ പരിവർത്തന റാലിയിൽ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചു. പാർലമെൻറ്റിൽ സംസാരിക്കാനില്ലെങ്കിലും സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷത്തെ നിർത്തിപ്പൊരിക്കാനും പൊതുയോഗത്തിൽ മോദിജി മറന്നില്ല. ഭാണ്ഡം മുറുക്കി ഒരു ഫക്കീറായ താൻ കടന്നു പോകുമെന്നും പ്രധാനമന്ത്രി പറയുന്നു. നോട്ട് നിരോധനം കള്ളപ്പണ വേട്ടയെ സഹായിച്ചില്ലെങ്കിൽ ഭാണ്ഡം മുറുക്കി ഈ ഫക്കീർ കടന്നു പോകുമോ? ये पैसे किसके हैं? हिंदुस्तान की पाई पाई पर अगर किसी का अधिकार है तो 125 करोड़ देशवासियों का है। दोस्तों, मैं लड़ाई लड़ रहा हूं आपके लिए। भाइयों बहनों, ज्यादा से ज्यादा ये मेरा क्या कर लेंगे भाई? नहीं बताइए क्या कर लेंगे? अरे हम तो फकीर आदमी है, झोला लेके चल पड़ेंगे जी। എന്തായി കാണിക്കണേ? വൈകി മാറിക്ക്. പൊങ്ങണില്ല ചേട്ടാ. പൊങ്ങണില്ല എന്നുള്ളത് ഇങ്ങനെ വിളിച്ചു പറയണ്ട. എല്ലാവരും കേട്ടാ എന്താ വിചാരിക്കുക? വെറുതെ അല്ല ഈ പണ്ടാറിന്റെ അകത്തിരിക്കും. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ? താ കേൾക്കണത് എങ്ങനെയാ? ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. अरे हम तो फकीर आदमी है, झोला लेके चल पड़ेंगे जी। കേന്ദ്രത്തിൻ്റെ നോട്ട് റദ്ദാക്കലിനെതിരെ രണ്ട് മുന്നണികൾക്കുമിടയിൽ രൂപപ്പെട്ട ഐക്യം പൊളിഞ്ഞു. യോജിച്ചുള്ള സമരം വേണമെന്നും വേണ്ടെന്നുമുള്ള കോൺഗ്രസിലെ തർക്കത്തിനൊടുവിൽ മോദിക്കെതിരെ ഇവിടെ കേരളത്തിൽ യോജിപ്പ് വേണ്ട എന്നാണ് തീരുമാനം. മോദിക്കെതിരെ മാത്രമല്ല, പിണറായിക്കെതിരെയും നീങ്ങിയില്ലെങ്കിൽ സംസ്ഥാനത്ത് പ്രതിപക്ഷത്തിൻ്റെ പ്രസക്തി മങ്ങുമെന്ന ഭീതിയിലാവും കോൺഗ്രസ് ചുവടുമാറ്റിയത്. ഐക്യത്തിൻ്റെ രാമായണം മുഴുവൻ വായിച്ചിട്ടും സുധീരൻജിയുടെ തീരാസംശയങ്ങളിൽ നേരത്തെ അതൃപ്തി പ്രകടിപ്പിച്ച ചെന്നിത്തലയും വളരെ പെട്ടെന്ന് ലൈൻ മാറ്റിപ്പിടിച്ചു. ഇനി ആ രാജഗോപാലിനെ BJPക്കാർ കേരളത്തിലെ അനൗദ്യോഗിക പ്രതിപക്ഷ നേതാവാക്കി കളഞ്ഞാലോ? വാളെടുക്കാം, അംഗം വെട്ടാം. കേന്ദ്രം ചെയ്ത തെറ്റ് കേരളം ആവർത്തിക്കരുത്. ധനകാര്യമന്ത്രി തൻ്റെ ഷോമാൻഷിപ്പ് അവസാനിപ്പിക്കണം. അദ്ദേഹം എറണാകുളത്തും കൊല്ലത്തും തിരുവനന്തപുരത്തും റോഡ് ഷോ നടത്തുന്നു എന്നുള്ളതല്ലാതെ ഇതിന് കാലേ കൂട്ടിയുള്ള യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രയാസം മനസ്സിലാക്കാൻ പറ്റും. അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. ഉത്തരം മുട്ടുമ്പോൾ ഐസക്ക് കൊഞ്ഞനം കാട്ടുകയാണ്. വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതിനെ അദ്ദേഹം വ്യക്തിപരമായ വിമർശനങ്ങൾ നടത്തിയതിനകത്ത് എനിക്ക് വിഷമമുണ്ട്. തങ്ങളുടെ തന്നെ ചെയ്തുകൊണ്ട് നിലപാട് കൊണ്ട് അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്നത് ജാള്യത മറക്കാനുള്ള ശ്രമമാണ് ഈ പ്രസ്താവന എന്ന് പറയും. മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി ഗീതാ ഗോപിനാഥനെ നിയമിച്ചപ്പോൾ അപ്രസക്തനായത് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കാണ്. ഞാൻ അപ്രസക്തനൊന്നും ആയിട്ടില്ല. അതിനൊക്കെ അർഹിക്കുന്ന വില കൊടുക്കാനേ തയ്യാറുള്ളൂ. മുഖ്യമന്ത്രിക്ക് ധനകാര്യമന്ത്രിയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണല്ലോ വേറൊരു ധനകാര്യ ഉപദേഷ്ടാവിനെ വെക്കേണ്ടതായി വന്നത്. അപ്പോൾ അപ്രസക്തനായത് ധനകാര്യമന്ത്രി തന്നെയാണ്. ഇത് പ്രഖ്യാപനം വന്നപ്പോൾ എന്തേ പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കാറുന്നത്? നിയമസഭയിൽ എൻ്റെ പ്രസ്താവന കഴിഞ്ഞിട്ടല്ലേ എന്തെങ്കിലും പറയാൻ പറ്റിയത്? അതുകൊണ്ട് ഡിമോണിറ്റൈസേഷൻ എന്താണെന്ന് അദ്ദേഹം പഠിപ്പിക്കാൻ ശ്രമിക്കണ്ട. ധനകാര്യ വകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളെ ആക്ഷേപിക്കുന്ന നടപടി ഏതായാലും ഐസക് അവസാനിപ്പിക്കണം. ധനകാര്യമന്ത്രി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെയ്യേണ്ടതൊന്നും ചെയ്തില്ലെന്നാണ്. ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കോൺഗ്രസ് വന്നൊരു കുറിപ്പ് തന്നല്ലോ. ആ പറഞ്ഞ കുറിപ്പിൽ എന്ത് കാര്യം ചെയ്യാതിരുന്നിട്ടുള്ളത്? അത് തെറ്റായൊരു പരാമർശമാണ്. സഹകരണ ബാങ്കുകളിൽ നിന്ന് ആളുകൾക്ക് പണം കൊടുക്കാൻ ഒരു ഗ്യാരണ്ടി നിൽക്കുക.
ആ പദ്ധതി നടപ്പാക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ നടപ്പാക്കാൻ ഗവൺമെൻറ് തയ്യാറായില്ല. എല്ലാ ജില്ലകളിലും സംസ്ഥാനത്തും കൺട്രോൾ റൂം തുറക്കണം, ആളുകളുടെ ബുദ്ധിമുട്ടുകൾ തുറന്നിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും, ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ ആകെ ചെയ്തത് നിയമസഭ വിളിച്ചു കൂട്ടണം എന്നുള്ളതാണ്. ആ കാര്യത്തിൽ മാത്രമാണ് ഗവൺമെൻറ് ഒരു പോസിറ്റീവായ സമീപനം എടുത്തത്. 24-ാം തീയതി ജെയ്റ്റ്ലിക്ക് ഔപചാരികമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് കത്തയച്ചു, റിസർവ് ബാങ്കിന് കത്തയച്ചു. അപ്പം കത്തയച്ചാൽ തൻ്റെ ഉത്തരവാദിത്വം അവസാനിക്കുകയാണോ? ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു നേരിട്ട് റിസർവ് ബാങ്ക് ഗവർണറെ വിളിച്ച് ഈ കാര്യം സംസാരിച്ചു. അവർക്ക് ആവശ്യമായ നോട്ടുകൾ വിമാനത്തിലെത്തി. പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ 10,000 രൂപ വെച്ചൊക്കെ കൊടുക്കുന്നു. എല്ലാ ഗവൺമെൻറ്റുകൾക്കും ഉദ്ദേശിച്ചത്ര പണം കിട്ടിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നോട്ട് ക്ഷാമം ഗുരുതരമാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും എല്ലാ ജീവനക്കാർക്ക് പൂർണ്ണമായി ശമ്പളം കിട്ടിയെന്നൊന്നും ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് വരുന്നത് ആരെ പ്രീണിപ്പിക്കാനാണെന്ന് അദ്ദേഹം പറയണം. ഈ BJPയുടെ ബി ടീമായിട്ട് കളിക്കില്ലേ? BJPയുടെ ബി ടീമാണ് കോൺഗ്രസ് എന്ന എക്സൊക്കെ പറഞ്ഞത് ഞാൻ അത്ഭുതപ്പെടുകയാണ്. കാരണം ഏത് കാലത്തും BJPയുമായി സഖ്യം ഉണ്ടാക്കിയിട്ടുള്ള ചരിത്രം CPMനാണുള്ളത്. ജനതാ ഗവൺമെൻറ് കാലത്തും അതിനു മുമ്പുമൊക്കെ ആ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കേരളത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെതിരെ സമരം ചെയ്യുന്നതിന് പകരം നരേന്ദ്രമോദി സർക്കാരിനെതിരെ സമരം ചെയ്യാൻ ഏതായാലും തോമസ് ഐസക്കിൻ്റെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശമോ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. നോട്ടു വിഷയത്തിലെ സമരത്തിൽ CPMനെയും LDFനെയും കടത്തിവെട്ടുകയാണ് കോൺഗ്രസ്. LDF ഹർത്താൽ നടത്തിയപ്പോൾ UDF MLAമാർ രാജ്ഭവൻ ഉപരോധിച്ച് അറസ്റ്റ് വരിച്ചു. എന്നിട്ടും അരിശം തീരാതെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പിക്കറ്റ് ചെയ്ത് അറസ്റ്റ് വരിക്കാൻ പ്രവർത്തകർക്കും കോൺഗ്രസ് അവസരമൊരുക്കി. അടുത്ത സമരം പിണറായിക്കെതിരെയാണ്. ആ ഇരിക്കുന്നവരുടെ പുറകിലുള്ളവരും ഇരിക്കുക, ഇരിക്കുന്നവരുടെ മുൻപിലുള്ളവരും ഇരിക്കുക, അല്ലെങ്കിൽ മുൻപിലുള്ളവർ മുമ്പിൽ നിന്ന് മാറുക. നീ തന്നെയാ, നിനക്ക് ഇത്ര ബുദ്ധിയാ? ഇതൊക്കെ എന്ത്, ഇതൊക്കെ ചെറുതല്ലേ? മോദിക്കെതിരെയുള്ള യോജിപ്പിന്റെ പശ്ചാത്തലത്തിൽ വൈകിട്ടാണെങ്കിലും രാജീവ് ഗാന്ധിയെ അംഗീകരിക്കാൻ CPMകാർ തയ്യാറാവുന്നതായി കോൺഗ്രസ്. പാർലമെന്റിൽ വരാത്ത മോദിയും പാർലമെന്റിൽ പ്രതിപക്ഷം നിർത്തിപ്പൊരിച്ച രാജീവ് ഗാന്ധിയെയും താരതമ്യപ്പെടുത്തുകയാണ് കെ മുരളീധരൻ. കഴിഞ്ഞ 22-ാം തീയതി ഞങ്ങളുടെ നിയമസഭയുടെ സ്പെഷ്യൽ സമ്മേളനം ചേർന്നപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അംഗമായ ശ്രീ സുരേഷ് കുറുപ്പ് ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം 8ാം ലോക്സഭയിൽ അംഗമായിരുന്നതാണ്. ബോഫോഴ്സ് സോക്കറവാദിൽ രാജീവ് ഗാന്ധി കമ്മീഷൻ പറ്റിയെന്ന് പറഞ്ഞ് MP സ്ഥാനം രാജിവെച്ചാണ്. അദ്ദേഹം അന്ന് നിയമസഭയിൽ പറഞ്ഞത് ബോഫോഴ്സ് കമ്മീഷന്റെ പേരിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയെ ഞങ്ങൾ മുൻമനയിൽ നിർത്തി വിചാരണ ചെയ്തപ്പോഴും അദ്ദേഹം സധൈര്യം പാർലമെന്റിൽ വന്ന് ഞങ്ങളെ 3 തവണ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിച്ചു. മരണപ്പെട്ട ഒരു നേതാവിന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഞാനിത്. ഇന്ന് എന്തുകൊണ്ടാണ് മോഡിക്ക് മനക്കരുത്ത് നഷ്ടപ്പെട്ടതെന്നാണ്. എന്തുകൊണ്ട് പാർലമെന്റിൽ 2 വാക്കിന്ന് വരെ പറയാൻ മോഡി തയ്യാറായിട്ടില്ല? അതിനു പകരം പൊതുയോഗത്തിൽ വന്ന് അലറി വിളിച്ചാൽ മതിയോ?
സ്വന്തം പാർട്ടി MP-മാരുടെ യോഗത്തിൽ വന്ന് അലറി വിളിച്ചാൽ മതിയോ? ഭായിയോ മോർ ബഹനോ എന്നുള്ള അട്ടഹാസം കേട്ടാൽ തന്നെ പല TV-യിലും വയറ് കത്തിക്കരിയാൻ തുടങ്ങിയിട്ടുണ്ട്. വോട്ട് ചെയ്ത ജനങ്ങളെ ചാപ്പമുത്തിയ ഒരു പ്രധാനമന്ത്രി മാത്രമേ ഉണ്ടായിട്ടുള്ളത് നരേന്ദ്രമോദി. ഓരോ ദിവസം ചെല്ലുമ്പോൾ ഓരോ വിരലും കുത്തും. അവസാനം 2 കൈകളിലും 2 കാലുകളിലുമുള്ള 20 വിരലും കുത്തി തീർന്നപ്പോ 21ാമത് എവിടെ കുത്തണം എന്ന് ചോദിച്ചപ്പോഴാണ് മോഡിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഇനി കുത്താൻ സ്ഥലമില്ല. നാട്ടുകാര് കാണാൻ കുത്താൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ തീർന്നു എന്ന് മനസ്സിലാക്കിയപ്പോ അത് പിൻവലിച്ചു. നിങ്ങൾ ഇനിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കണം. 500ന്റെ നല്ല ഭംഗിയുള്ള നോട്ടായി. നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ സുന്ദരമായ മുഖം പോലത്തെ നോട്ടായി. അത് മാറ്റിയിട്ട് ഈ കൂറ മുഖമുള്ള 500ന്റെ ഒരു നോട്ടറിക്കും. മോഡിയുടെ മുഖം പോലെ. ഇതിലും ഭേദം മരിക്കുന്ന ഈ ജീവിതം എനിക്ക് മതിയായി. മൊറാർജി ദേശായി ഉയർന്ന നോട്ടുകൾ റദ്ദാക്കിയത് കെ മുരളീധരൻ്റെ തലമുറ പത്രത്തിൽ വായിച്ചാണ് അറിഞ്ഞത്. മുഖ്യമന്ത്രിയുടെ മകനായിരുന്നിട്ടും കെ മുരളീധരനെ അന്നത്തെ നോട്ടുമാറ്റം ബാധിച്ചതേയില്ല. ഇവിടുത്തെ ചോദ്യം നോട്ട് മാറ്റൽ ശരിയോ തെറ്റോ എന്നുള്ളതല്ല. ഒന്ന്, ഇത് വ്യവസ്ഥാപിത മാർഗത്തിലൂടെയാണോ മാറ്റിയത്? ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മൊറാർജി ദേശായിയുടെ കാലത്ത് നോട്ട് മാറ്റി. 1000, 5000, 10000. ഞാൻ തന്നെ പത്രം വായിച്ചപ്പോഴാണ് 5000, 10000 ഒക്കെ നോട്ട് ഉണ്ടായിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നത്. 1000 നോട്ട് കണ്ടവരെന്നെ അന്നില്ല. കാരണം അന്ന് MLA-യുടെ ശമ്പളം 450 രൂപയാണ്. ഓർഡിനൻസിലൂടെയാണ് ആ മാറ്റം നടപ്പാക്കി. പിന്നീട് പാർലമെന്റിന്റെ 2 സഭകളിലും പാസ്സാക്കി, പ്രമേയം കൊണ്ടുവന്ന് പാസ്സാക്കി ആ നിബന്ധന നടപ്പാക്കി. ഇവിടെ ഓർഡിനൻസ് ഉണ്ടായിരുന്നു. സഭാ സമ്മേളനം ചേരാണ്, സഭയിൽ ബില്ല് കൊണ്ടുവന്നു. ഇതൊന്നും ചെയ്യാതെ നോട്ട് മാറ്റാൻ ആരും മോഡിക്ക് അധികാരം കൊടുത്തു. ഇപ്പൊ അതിന്റെയാണ് സുപ്രീം കോടതിയിൽ പെറ്റീഷൻ. ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായില്ലേ? വിശ്വാസമായില്ല. ഇയാളുടെ കൊലപാതകയോടെ എത്ര പറയണോ? കോൺഗ്രസിന്റെ പുതിയ തീരുമാനപ്രകാരം സമരം മോദിക്കെതിരെ ആണെങ്കിലും പഴി പിണറായിക്കും തോമസ് ഐസക്കിനും ഉണ്ടാകും. രമേശ് ചെന്നിത്തലയുടെ ലൈനിൽ മുരളീധരനും. നമ്മുടെ സർക്കാരും സംസ്ഥാന സർക്കാരും വലിയ മോശക്കാരൊന്നല്ല. ഞാൻ തോമസ് ഐസക്കിനോട് ഒരു കാര്യം പറയാം. എന്ത് നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാലും ഞങ്ങൾക്ക് BJP-യുടെ ഭാഷ്യമാണെന്നുള്ള സ്ഥിരം പറയലുണ്ടല്ലോ, അത് സ്വന്തം കുപ്പായത്തിന് ചേരുന്ന. 5 നേരം പള്ളിയിൽ വാങ്ങു കൊടുക്കുന്നത് പട്ടി ഓടിയിടുന്ന പോലെയാന്ന് പറഞ്ഞ ബാലകൃഷ്ണ പിള്ളയുടെ ഒക്കത്ത് വെച്ചിട്ട് നിങ്ങൾ കോൺഗ്രസിനെ BJP ബന്ധം പഠിപ്പിക്കാൻ വരണ്ട. ആ തമിഴ്നാട് ഗവൺമെന്റ് പോലും കഴിഞ്ഞ 20-ാം തീയതി പറഞ്ഞു ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കാനുള്ള കറൻസി വേണം, ഞങ്ങൾക്കൊരു മാസം കൊടുക്കേണ്ടത് ഇത്ര കോടിയുടെ കറൻസിയാണ്, ആ നോട്ട് ലഭ്യമാക്കണം എന്ന് പറഞ്ഞ് റിസർവ് ബാങ്കിനെ അറിയിച്ചല്ലോ. നമ്മുടെ തോമസ് ഐസക്ക് എന്നാ അറിയിച്ചറിയോ? 30-ാം തീയതി. ഈ മാസം 31 ഇല്ലല്ലോ, നവംബർ മാസം. ആന്ധ്രയിലും മുഖ്യമന്ത്രി അത്യാസന്റെ നിലവിലുള്ള തമിഴ്നാട്ടിലെയും ഗവൺമെന്റുകൾ 20-ാം തീയതി അറിയിച്ചപ്പോൾ പൂർണ്ണ ആരോഗ്യമുള്ള മുഖ്യമന്ത്രിയുള്ള കേരള സംസ്ഥാനത്ത്, പൂർണ്ണ ആരോഗ്യവാനുള്ള ധനകാര്യമന്ത്രിയുള്ള സംസ്ഥാനത്ത് നിങ്ങൾ എന്തുകൊണ്ട് 30-ാം തീയതി വരെ നീട്ടിക്കൊണ്ടുപോയി? അത് പറയുമ്പോ BJP എന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കാൻ പറ്റില്ല. BJP എന്നും എതിർത്ത പാരമ്പര്യമുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്. അതുകൊണ്ടാണ് പറയുന്നത്, ഈനാം പേച്ചിക്ക് മരപ്പെട്ടി കൂട്ട് എന്ന് പറയുന്ന പോലെ മോഡിക്ക് പറ്റിയ ആളാണ് പിണറായി വിജയൻ എന്ന് പറയുമ്പോ ഞങ്ങളെ വീട്ടിൽ വന്നെന്നും പറഞ്ഞ് ഇനി ന്യൂനപക്ഷങ്ങളെ പറ്റിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി നോക്കണ്ട. കൂടുതൽ ഇളക്കല്ലേ. വക്രദൃഷ്ടിയിൽ ഇടവേള. കാർട്ടൂൺ വരയുമായി കടന്നപ്പള്ളി. അയ്യയ്യേ, എന്തോന്നാടാ ഇത്? എന്തോന്ന് അടിയിൽ എഴുതി വെച്ചിരിക്കുന്നത്? ബൈ ശിവൻ അണ്ടകടാഹം.